CJPയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഡിസ്കഷനിൽ വരുന്നൊരു കാര്യം, ഒരു വിക്കറ്റ് വീണു, നെക്സ്റ്റ് നിതിൻ ഗഡ്കരി അങ്ങനെ നാഗ്പൂരിലേക്ക് അയക്കണം. അങ്ങനെ E20 പെട്രോൾ ഇതിലും ശക്തമായ, ഒരുപക്ഷെ ഇതിപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു വിഷയമാണ് നീറ്റ്. ഈ E20 പെട്രോൾ എന്ന് പറയുന്ന വിഷയം രാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ട ആളുകളെയും, വ്യത്യസ്ത എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് E20 പെട്രോൾ. നമുക്കറിയാം, ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ഹീറ്റ് ഡിബേറ്റ് ആയിട്ടുള്ളൊരു കാര്യം E20 പെട്രോളാണ്. അതേക്കുറിച്ച് വ്ളോഗർമാർ തന്നെ വ്ളോഗ് ചെയ്യുന്നു അവരുടെ അനുഭവം. ഇത് BJPക്ക് വേണ്ടി വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും അവർ വന്നിട്ട് എൻ്റെ വണ്ടി കേടായി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും E20 പെട്രോളുമായി ബന്ധപ്പെട്ട നിതിൻ ഗഡ്കരിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ CJP തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും വിഭാഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ കർഷകരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്നോ, ഒരു ഗ്രൂപ്പുമില്ലാതെയോ ഒക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുംബൈയിലെ ഞാൻ ഈ പറയുന്ന ഈ സ്റ്റുഡൻസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന സമരങ്ങൾ പോലും അതിനൊരു സംഘാടകരും ഇല്ല. ഇപ്പോൾ CJP എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമെങ്കിലും ഉണ്ട്. മുംബൈയിൽ നടക്കുന്ന സമരത്തിൽ സംഘാടകരില്ല, കേവലം വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയാണ് അത്രയും ആളുകൾ അവിടെ തടിച്ചുകൂടുന്നത്. അപ്പോൾ ഇത്തരം ചലനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഡിഫ്യൂസ് ചെയ്യാനുള്ളൊരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ഡിസിഷൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് യൂഫോറിയയിൽ ഈ സമരം താൽക്കാലികമായിട്ടൊന്ന് ഒരു ടെമ്പോ താഴും എന്നുറപ്പാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും പിടിച്ച് രക്ഷപ്പെടാം, ഒരു ക്യാബിനറ്റ് റീഷഫ്ലിംഗ് വഴി വേറൊരാളെ കൊണ്ടുവരാം. അപ്പോൾ റീഷഫ്ലിങ്ങിനെ പറ്റി കേൾക്കുന്നത് നിർമ്മലാ സീതാരാമനാണ് വരാൻ പോകുന്നതെന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. നിർമ്മലാ സീതാരാമൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി എന്ന നിലയിൽ തന്നെ അവരുടെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ആകെ തകരാറിലായിരിക്കുകയാണ്. അതിൻ്റെ ഫലം കൂടിയാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന ഡിസ്കണ്ടൻറ്റ് ഭരണകൂടത്തിനെതിരെ. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ച് ഇനി വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ നീറ്റ് പരീക്ഷാ എക്സാമിനെ കുറിച്ച് പേപ്പർ ലീക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ANIക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയാണ്, നീറ്റ് പേപ്പർ ലീക്ക് ആയാൽ തന്നെ എന്താണ്, ഒരു ചാൻസ് കൂടി കിട്ടി, കുട്ടികൾക്ക് കുറേ കൂടി സമയം കിട്ടി, പഠിച്ചെഴുതാൻ പറ്റി എന്നൊക്കെയാണ് പറഞ്ഞാണ് അത് ന്യായീകരിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ ബൈറ്റാണ്. നീറ്റ് ലീക്കായാലും രണ്ടാമത് പരീക്ഷ നടത്തിയല്ലോ, അപ്പോൾ കുറേ കൂടി സമയം കിട്ടി, മിടുക്കന്മാർക്ക് അത് കൂടുതൽ പഠിച്ചെഴുതാൻ പറ്റി എന്ന് ന്യായീകരിക്കുന്ന ഒരാളാണ് നിർമ്മലാ സീതാരാമൻ. അവരുടെ ഒരു ഓഡാസിറ്റി നമുക്കറിയാം. ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് മന്ത്രിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഇത്രയും ധാർഷ്ട്യത്തോട് പെരുമാറുന്ന ഒരു മന്ത്രി ഇന്ത്യയിലുണ്ടായിട്ടില്ല എന്ന് പറയാം. കാരണം എത്ര ഇപ്പോൾ പിണറായി വിജയനെ പറ്റി ധാർഷ്ട്യക്കാരെന്ന് പറയുമല്ലോ, പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചാൽ പിണറായി വിജയൻ അതിന് മറുപടി പറയുന്നതിനൊരു മാന്യതയുണ്ട്. ഒരു തരത്തിലുള്ള മാന്യതയില്ലാതെ മാധ്യമങ്ങളോട് പെരുമാറുന്ന ഒരാളാണ് നിർമ്മലാ സീതാരാമൻ. അങ്ങനെ ഒരാളെ പിടിച്ച് ഇനി വിദ്യാഭ്യാസ മന്ത്രി ആക്കുകയാണ് മോദിയെങ്കിൽ അത് ഈ പറയുന്ന സമരത്തെ ഡിഫ്യൂസ് ചെയ്യാനുള്ള ശ്രമം ആയിരിക്കില്ല, അത് കൂടുതൽ ആളി കത്തിക്കുകയുള്ളൂ. അത് കൂടുതൽ ശക്തമായ മറ്റു പ്രൊട്ടസ്റ്റുകളിലേക്ക് നീങ്ങാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ ഈ സമരത്തിൻ്റെ വിജയം, ഇത് വലിയ വിജയം തന്നെയാണ്, ഹിസ്റ്റോറിക്കലാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ഒരു മന്ത്രി രാജിവെച്ചതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം. അപ്പോൾ ചിലർ പറയും ഒരു ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ഒരു മിനിസ്റ്റർ മാത്രമാണ്. മോദിയുടെ 3 മന്ത്രിസഭകളിലും മോദിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സെൻട്രലൈസ്ഡ് ഡിസിഷനാണ് അവിടെ ഉണ്ടാകുന്നത്, മറ്റുള്ളവരെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ചെറിയ പുള്ളിയല്ല. ധർമ്മേന്ദ്ര പ്രധാൻ 5ാം ക്ലാസ് മുതലേ RSSൽ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് ഒഡീഷയിൽ നിന്ന്. ഒഡീഷയിൽ BJPക്ക് ഒരു തരത്തിലുള്ള ഫുഡ് പ്രിൻസും ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ഈ ABVPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. ഒരു സീറ്റ് പോലും ഇല്ല, ഒരു സൈൻ ബോർഡ് പോലും ഇല്ലായിരുന്നു ഒഡീഷയിൽ. അങ്ങനെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. എന്ന് മാത്രമല്ല RSSൻ്റെ വളരെ പെറ്റായിട്ടുള്ള ഒരാളാണ്. അമിത്ഷായും മോദിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളുടെ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് മമതാ ബാനർജിക്കെതിരെ സുവേന്ദു അധികാരിയുടെ വിജയം ഉറപ്പാക്കിയ വെസ്റ്റ് ബംഗാളിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ച ആളാണ്. അപ്പോൾ അത്ര ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല RSS ഒരു ഘട്ടത്തിൽ മോദിക്ക് ശേഷം പ്രധാനമന്ത്രി ആര് എന്ന ഡിസ്കഷനിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ RSSന് വേണ്ടപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരാളുടെ രാജി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മോദിയുടെ രാജി പോലെ തന്നെ പ്രധാനമാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്റ്റുഡൻസിനെ ബാധിക്കുന്നൊരു വിഷയത്തിൽ അവരിറങ്ങി സമരം ചെയ്തു, അവർ ആ സമരത്തെ വിജയിപ്പിച്ചു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് പലരും പറയും, ഇപ്പോൾ കോൺഗ്രസ് ഈ സമരത്തോടൊപ്പം ആദ്യം ചേർന്നിരുന്നെങ്കിൽ, ഇന്ത്യ സഖ്യം ചേർന്നിരുന്നെങ്കിൽ അതിന് വേറെ രീതിയിൽ നറേറ്റീവ് കൊണ്ടുവരും. ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രൈക്കാണെന്നുള്ള നറേറ്റീവ് കൊണ്ടുവരും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സമരമാണെന്നുള്ള നറേറ്റീവ് കൊണ്ടുവന്ന് ഇതിനെ അടിച്ചൊതുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ നറേറ്റീവ് ഉണ്ടാക്കുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലുള്ള
അപ്രമാദിത്വം ഇവർ വകവെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. ഒരു നറേറ്റീവ് ഇവിടെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം തന്നെ നറേറ്റീവ് കൊണ്ടുവന്നു. ദേശദ്രോഹികൾ, രാജ്യദ്രോഹികൾ, വിദേശ ഫണ്ടിങ്. അർണബ് ഗോസ്വാമിയൊക്കെ 24/7 അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഈ രാജി വന്നപ്പോൾ റിപ്പബ്ലിക് TV കണ്ടു. ദാവൂദ് സാഹിബിൻ്റെ ഒരു വിനോദമാണല്ലോ, ഞാൻ അതുപോലെ കണ്ടു നോക്കി. അപ്പോൾ പറയാം CJP ഗോൾ പോസ്റ്റ് മാറ്റുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ശേഷം 3 പുതിയ ഡിമാൻഡുകളിലൂടെ വയ്ക്കുന്നു. ഇത് കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നറേറ്റീവുകളൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. ഈ നറേറ്റീവ് ആരെടുത്ത വിജയിക്കുക? ഇങ്ങനെയുള്ള നറേറ്റീവുകൾ ആരെടുത്ത വിജയിക്കുക? അത് BJPക്ക് വോട്ട് ചെയ്യുന്ന, ഇപ്പോഴും BJP സപ്പോർട്ട് ചെയ്യുന്ന അന്ധഭക്തമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, ശരിയാണ്. അവരുടെ അടുത്ത് ഇനി അത് വിജയിക്കൂ. അല്ലാതെ ഈ ആൻറ്റി നാഷണൽ, വിദേശ ഫണ്ടിങ്, വിദേശ സഹായം എന്നുള്ള നറേറ്റീവ് ഇനി വിലപ്പോവില്ല. അത് ആദ്യം പൊളിക്കുകയാണ് ഈ സമരം ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അതാണ്. ഗവൺമെൻറ്റിൻ്റെ നറേറ്റീവുകളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഈ സമരം വിജയിച്ചത്. അത്തരത്തിൽ ഒരു സമരത്തെയോ ഒരു മൂവ്മെൻറ്റിനെയോ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഈ സർക്കാരിന് കഴിയില്ല. ഇനിയിപ്പോൾ ഒരു സമരം ഉണ്ടാവുമെന്ന് വയ്ക്കുക, BJPയുടെ IT സെല്ല് അല്ലെങ്കിൽ അവരുടെ എക്കോസിസ്റ്റം ഇത് ആൻറ്റി നാഷണലാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ പോയി പണി നോക്കാൻ പറയും, പരിഹസിക്കും, പുച്ഛിച്ച് തള്ളും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ പറയാൻ മടിച്ചിരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ. ഇപ്പോൾ 12 വർഷത്തിൽ പ്രതിപക്ഷം പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അഭിജിത് ദീപ്കെ ഈ CJP ഉണ്ടാക്കുന്നതിന് തൊട്ടു മുമ്പ്, ഒരു മാസം മുമ്പ് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഉമർ ഖാലിദിൻ്റെ തടവിനെക്കുറിച്ച്. അതായത് 2 വർഷം വിചാരണ തടവിൽ കഴിഞ്ഞ ഒരാൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ഒരു വാർത്ത റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഉമർ ഖാലിദ് ഇത്ര വർഷമായിട്ട് ഇപ്പോഴും ജയിലിലാണ് കേട്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ജന്തർ മന്ദറിൽ ഈ സമരം തുടങ്ങിയതിന് ശേഷം അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ദളിത് കുടുംബാംഗമാണ്, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദളിത് കുടുംബാംഗമാണ്, ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സമരം ഇവിടെ ഉണ്ടാവുന്നില്ല. മൈ നെയിം ഈസ് ഉമർ ഖാലിദ്, ഞാനിപ്പോൾ ജയിലിലായിരിക്കും. അപ്പോൾ അത്ര പൊളിറ്റിക്കൽ ക്ലാരിറ്റി ആർക്കുണ്ട്? അഭിജിത് ദീപ്കയ്ക്കുണ്ട്. അത് ഉന്നയിച്ചാൽ, അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചാൽ എൻ്റെ സമരത്തെ വേറെ രീതിയിൽ കളർ ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയോ മടിയോ ആർക്കില്ല? അഭിജിത് ദീപ്കയ്ക്കില്ല. പക്ഷേ ഈ ആശങ്കയും മടിയും ആർക്കുണ്ട്? ട്രഡീഷണൽ ആയിട്ടുള്ള മീഡിയയ്ക്കുണ്ട്, ട്രഡീഷണൽ ആയിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അവർക്കത് ഏറ്റെടുക്കാനോ അത് സംസാരിക്കാനോ മടിയാണ്. രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം ഉമർ ഖാലിദിന് ആരും പറഞ്ഞിട്ടുണ്ടോ? സഞ്ജീവ് ഭട്ടിന് ആരും പറഞ്ഞിട്ടുണ്ടോ? മിണ്ടില്ല. അപ്പോൾ ഇവരുടെ വിചാരം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ എന്താക്കി മാറ്റും, ഞങ്ങളെ അവന്മാരുടെ പാർട്ടിയാക്കും, ഖാൻഗ്രസ് ആക്കും എന്ന ആശങ്ക കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. ഈ നിമിഷവും, ഈ സമരം വിജയിച്ച ശേഷവും കോൺഗ്രസിനതുണ്ട്. അത്തരം ആശങ്കകൾ മാറ്റിവെക്കുക. കാരണം നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങളിൽ, നമ്മുടെ വോട്ടർമാരായ ആളുകളിൽ 50% ജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ ജന്തർ മന്ദിറിൽ കണ്ടത്. അവരാണ് വോട്ടർമാർ. ഭാവിയിൽ അവരുടെ എണ്ണമാണ് കൂടാൻ പോകുന്നത്. ഇതുവരെ ട്രഡീഷണൽ രാഷ്ട്രീയ പാർട്ടികൾ ആരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് കരുതിയോ, ആ കമ്മ്യൂണിറ്റി, ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, ആ ജനറേഷൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നാളെ മുതൽ അഡ്രസ്സ് ചെയ്യാൻ പോകേണ്ടത് ഈ വോട്ടർമാരെയാണ്. ഇവർ പറയുന്ന ഇവരുടെ ആസ്പിറേഷനോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, അവരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതാണ് ആദ്യമായി പ്രതിപക്ഷം തിരുത്തേണ്ട കാര്യം. അപ്പം ഞാൻ പറയുന്നത്, ഈ ഒരു സമരത്തിൽ നിന്ന് ഏറ്റവും അധികം പാഠം പഠിക്കാനുള്ളത് സർക്കാരിനേക്കാൾ പ്രതിപക്ഷത്തിനാണ്. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് പറയേണ്ടത്? നിങ്ങൾ വേറെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയുടെ ഈ രാഷ്ട്രീയം ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി ഇതിനോട് എൻഗേജ് ചെയ്യാൻ. അതല്ലാതെ ഞങ്ങൾ സമരത്തെ സപ്പോർട്ട് ചെയ്തു, പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയിരുന്ന, വീടിന് മുമ്പിൽ പോയിരുന്ന സമരം ചെയ്തു എന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ ഒരു രാഷ്ട്രീയമായ ദിശാമാറ്റം ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു.